ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്വപ്ന എസ് ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ഡൈനാമൈറ്റ് ഫ്രൈസ് ആണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസുകളാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി ഇടുക. എന്നിട്ട് അതിലേക്ക് ഇത്തിരി കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒരു അര ടീസ്പൂൺ വിനാഗിരിയും ഒഴിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എരിവിന് പാകത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് അവരാരുടെ പാകത്തിന് ഇട്ടോളൂ, അവരാരുടെ എരിവിനനുസരിച്ച് ഇട്ടോളൂ. എനിക്ക് എരിവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കുരുമുളക് ഒരു ടീസ്പൂൺ ഇട്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് കൈ കൊണ്ട് എടുത്തിട്ട് ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ നമ്മൾ ഞെക്കി ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ഞെക്കിന് പോരണില്ല, അത് കാരണം ഉണ്ടായത് കേട്ടോ. റെഡ് ചില്ലി സോസാണിത്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ചിക്കൻ അരിഞ്ഞത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞത്, കാണിച്ചു തരാം. ചെറിയ പീസായിട്ട് അരിഞ്ഞാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓയിൽ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ, അതായത് ഫിംഗർ ചിപ്സ് അതാ പൊട്ടറ്റോ ചിപ്സ് നമുക്ക് വറുത്ത് കോരാം. നന്നായിട്ട് എല്ലാം ഇട്ട് കൊടുത്ത് നല്ല പാകമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരണം. അതായത് ഇപ്പോൾ ഒരുവിധം പാകമായി വരുന്നുണ്ട്. നമുക്കിനി വറുത്ത് കോരാം. അത് നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ചിക്കൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വറുത്ത് കോരാം. ചിക്കനില്ലാത്ത കാരണം വേഗം വറുത്ത് കിട്ടും. കണ്ട, ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് വേഗം ഒരുവിധം മൊരിച്ചെടുക്കണം കേട്ടോ. അതെ, ഒരുവിധം ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് ബട്ടർ ഇടാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവണം കേട്ടോ. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവണം. ബട്ടർ ഒരുവിധം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെയും പച്ചപ്പ് നമുക്ക് നന്നായിട്ട് മാറണം. ഒരുവിധം പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. റെഡ് ചില്ലി സോസ് ഒഴിച്ചിട്ട് ഇതും ഒരു ടീസ്പൂൺ തന്നെയാണ് കേട്ടോ ഒഴിച്ചേക്കണേ. അത് നന്നായിട്ട് ഇതിൻ്റെ പച്ചപ്പ് മാറണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മയണൈസ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആവണം, അതാണ് ഇതിൻ്റെ ഇത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു വിധമായിപ്പോൾ ഇനി നമ്മൾ ഒത്തിരി പാലൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണേ. ഇതൊരു ക്രീമി പരുവത്തിലായി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം മിക്സായി വരാനാണ് പാലൊഴിച്ച് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒരുവിധമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേദർ ചീസ് ഇട്ട് കൊടുക്കാം. മൊസല്ല ചീസും കൂടി ഇടേണ്ടതാണ്. മൊസല്ല ചീസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്തത്. ഉള്ളവർ മൊസല്ല ചീസും കൂടി ഇട്ട് കൊടുത്തോളൂ, എന്നാലാണ് ഒരു ചീസിൻ്റെ നല്ല എഫക്റ്റ് കിട്ടുള്ളൂ. ചേദർ ചീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണെന്നുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സാക്കുക. കണ്ട, സോസ് റെഡിയായി. ഇപ്പം നമ്മുടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇതിൽ ഓയിലൊന്നും ഉണ്ടാവാൻ പാടില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഇനി ഫിംഗർ ചിപ്സ് അല്ലെങ്കിൽ പൊട്ടറ്റോ ചിപ്സ് നമുക്ക് ആദ്യം നിരത്തി വയ്ക്കാം. ഫ്രഞ്ച് ഫ്രൈസ് നിരത്തി വെച്ച് നമ്മൾ വറുത്ത ചിപ്സ് അങ്ങനെ തന്നെ ഇതിൽ വറുത്ത് നിരത്തി വെച്ചു ആദ്യം പാത്രത്തിൻ്റെ അടിയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ മീതയിലേക്ക് ഉള്ളതാണ് വേണ്ടത്. പാത്രത്തിൻ്റെ അടി നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ മീതയിലേക്ക് വേണ്ടത് നമ്മൾ പിന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ഇനി ആ ചിക്കൻ എടുത്തിട്ട് നമുക്ക് എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. സെറ്റ് ചെയ്യാണ്ട് ചെയ്യണം. ഞാനിപ്പോൾ ചിക്കൻ എടുത്ത് എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലായിടത്തേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ചീസിയുടെ സോസിൽ അത് ഇതിൻ്റെ മീതെ സെറ്റ് ചെയ്യുക. എല്ലായിടത്തും എത്താവുന്ന രീതിയിലിട്ട് ആ ചീസിയുടെ സോസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ജലപ്പിനോ ഇട്ട് കൊടുക്കാം. ജലപ്പിനോ ഇട്ട് കൊടുത്ത് കണ്ട എല്ലായിടത്തും സെറ്റാക്കണം കേട്ടോ. ഒരു സ്ഥലത്ത് മാത്രം ഇടരുത്. നമ്മൾ പൊട്ടറ്റോ ചിപ്സിൻ്റെ മീതെല്ലാം ലെയറായിട്ട് സെറ്റാക്കണം. പിന്നെ നമ്മൾ കുറച്ച് സബോള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ടേക്കണേ. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അത് കാരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാത്തത്. സബോള വറുത്ത് വെച്ചിട്ട് അതാണ് ഇട്ടേക്കണത്. ഇനി അതിൻ്റെ മീതെ നമ്മൾ സോസ് ഒഴിച്ചു കൊടുത്തു, നമ്മുടെ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മീതെ അവിടെ ഇവിടെയൊക്കെയായിട്ട് മയണൈസ് ഒഴിച്ചു കൊടുത്തു. അതങ്ങനെ സെറ്റ് ചെയ്തു. ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഡൈനാമിക് ഫ്രൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.